Hi dear students, welcome to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE 304 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 2-ലെ മൊഡ്യൂൾ നമ്പർ 6-ൽ നിന്നുള്ള അവസാനത്തെ ലെക്ചർ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 6 പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിനെ ബേസ് ചെയ്തിട്ട് ഇതുവരെ KTUവിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിന്റെ ആൻസർ ഒന്നും ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ലെക്ചർ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ 6-ൽ നിന്ന് ഇതുവരെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്സ്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്, പ്രോബ്ലംസ് ചോദിക്കുന്ന പാറ്റേൺ എന്തൊക്കെയാണ്, അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഓവറോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കിട്ടും. ഇനി എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളൊരു കാര്യം, മൊഡ്യൂൾ 6 DCS-നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് റെഫർ ചെയ്യാനായിട്ട് 4 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് സോഫാർ. 2018-ലെ ഒരെണ്ണം, 2019-ലെ 2 2020-ലെ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ മൊത്തം 4 ക്വസ്റ്റ്യൻ പേപ്പറിലും 4 വട്ടവും ഈ ഒരു മൊഡ്യൂൾ 6-ൽ നിന്ന് 40 മാർക്കിന്റെ ക്വസ്റ്റ്യനും കംപ്ലീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മൊഡ്യൂള്. ഇത് മുഴുവനായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മൊഡ്യൂൾ 5 ടോട്ടലി സ്കിപ്പ് ചെയ്യാൻ പറ്റും. റിസ്ക് ഫാക്ടർ ഉണ്ട്, പക്ഷെ ഇതുവരെ ചോദിച്ച പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ മൊഡ്യൂൾ 5 ഒന്നും പഠിച്ചില്ലെങ്കിലും മൊഡ്യൂൾ 6 മൊത്തത്തിൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ പാർട്ട് സിയിൽ ചോദിക്കുന്ന 40 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ, അതേപോലെ ഏതൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു ലെക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ സോഫാർ നമ്മൾ മൊഡ്യൂൾ 6-ൽ ഒരുപാട് ലെക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ടൈപ്പ് തിയറിയും അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചേക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കിപ്പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൺലൈൻ ട്യൂഷൻ DCS, DHS, CPCT ഈ 3 സബ്ജക്റ്റിനും ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൺലൈൻ ട്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഉള്ള പോലെ ഗൂഗിൾ മീറ്റ് വഴി ലൈവ് സെഷൻസ് മാത്രമല്ല, നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ മൊഡ്യൂളിലെയും റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കാണാം. അതിൻ്റെ ഡൗട്ട് അതുമായിട്ടുള്ള ഡിസ്കഷനും മാത്രമാണ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ഗൂഗിൾ മീറ്റ് വഴി ഡിസ്കസ് ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോ മൊഡ്യൂളിലെ ഓരോ ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ കോളേജിലെ ക്ലാസ് ടൈമിങ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിരുന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 6 സിവിൽ എഞ്ചിനീയറിംഗിലെ KTUവിലുള്ള CE 304 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 2, CE 302 ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, CE 306 കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സ് ഈ 3 സബ്ജക്റ്റിൻ്റെയും ട്യൂഷൻ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും എൻക്വയറീസോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അതല്ല എന്നാണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. 833 എന്ന് തുടങ്ങുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 2-ലെ മൊഡ്യൂൾ നമ്പർ 6, അതായത് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് സോഫാർ KTU യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ മാർക്കിൻ്റെ വെയിറ്റേജസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഏപ്രിൽ 2018-ലെ ക്വസ്റ്റ്യൻ പേപ്പർ, ഞാനിവിടെ പാർട്ട് C മാത്രമേ പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളൂ. ഏപ്രിൽ 2018-ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് C എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 20 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. 20 മാർക്കിന് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും 2 എണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് വാട്ടർ ടാങ്കിൽ നിന്നാണ്, അതായത് മൊഡ്യൂൾ നമ്പർ 5. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ പറയുന്നില്ല. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ആദ്യമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ, ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പേ ഞാൻ പറയാം, ഈ ഫുൾ ക്വസ്റ്റ്യനും മൊഡ്യൂൾ 6 എന്നുള്ളതാണ്. അതായത് ക്വസ്റ്റ്യൻ 8A 12 മാർക്ക്, B 8 മാർക്ക്, അതേപോലെ 9A 6 മാർക്ക്, 9B 14 മാർക്സ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 40 മാർക്ക് പാർട്ട് C എന്നുള്ള 40 മാർക്ക് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 6 നിന്ന് കവർ ആവുന്നുണ്ട് ഈ ഒരു 2018-ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ.
ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പ്രീ ടെൻഷനിങ് ആൻഡ് പോസ്റ്റ് ടെൻഷനിങ് കോൺക്രീറ്റ് വിത്ത് ദ എയ്ഡ് ഓഫ് നീറ്റ് സ്കെച്ച്. 12 മാർക്കിൻ്റെ തിയറിയാണ്. പ്രീ ടെൻഷനിങ് എന്താണ്, പോസ്റ്റ് ടെൻഷനിങ് എന്താണ്, അതിൻ്റെ ഫിഗർ വരക്കണം, പിന്നെ അതിൻ്റെ ഡിഫറൻസ് എഴുതണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് 12 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ലെക്ചേഴ്സിലുണ്ട്. അടുത്തതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നു, വൈ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആൻഡ് ഹൈ ടെൻസൈൽ സ്റ്റീൽസ് ആർ യൂസ്ഡ് ഇൻ പ്രീ സ്ട്രെസ്സിങ്. 8 മാർക്ക്, രണ്ടും കൂടി കൂട്ടി 20 മാർക്സ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന തിയറി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വൈ ഹൈ ടെൻസൈൽ സ്റ്റീൽ ആൻഡ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രീ ടെൻഷനിങ്. അപ്പോൾ തിയറി ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. ഈ രണ്ടും കൂടി എഴുതിയാൽ 20 മാർക്സ് കിട്ടും. ഇനി അടുത്തത് അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ പ്രീ സ്ട്രെസ്, ലിസ്റ്റ് ദ ലോസസ് ഇൻ പ്രീ സ്ട്രെസ്. 6 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലോസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് ലിസ്റ്റ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അത് കോഡ് ബുക്കിൻ്റെ അകത്ത് അതിൻ്റെ തിയറി ഉണ്ട്. നമ്മുടെ ലെക്ചേഴ്സിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 6 മാർക്കിനേ ഉള്ളൂ. അതുകൊണ്ട് വലിച്ചു വാരി മുഴുവനൊന്നും എഴുതണ്ട. ജസ്റ്റ് അതിൻ്റെ പേര് പറഞ്ഞിട്ട് അതിൻ്റെ ഇക്വേഷനും കൂടി ഒന്ന് എഴുതി വെച്ചാൽ മതി. അടുത്തത് ബി ക്വസ്റ്റ്യൻ, ഇതൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. എ പ്രീ ടെൻഷൻ പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് ബീം 180 mm width and 360 mm depth is pre-stressed with 300 mm square of steel located at an constant eccentricity of 100 mm. The wire is initially tensioned to 1200 Newton per mm square. The span of the beam is 10 meter. Calculate the percentage loss of stress in wires. Relaxation of steel 5% of initial stress. Shrinkage 300 into 10 raised to 6. Creep coefficient 1.6. Young's modulus of steel, Young's modulus of concrete. രണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ലോസ് ഓഫ് പ്രീ സ്ട്രെസ്സിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് പ്രീ ടെൻഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രീ ടെൻഷനിങ്ങിൽ നമുക്ക് ആകെ 4 ലോസാണ് വരുന്നത്. ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡീഫോർമേഷൻ, റിലാക്സേഷൻ, ഷ്രിങ്കേജ്, ക്രീപ്പ്. 4 ലോസ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. പിന്നെ ടോട്ടൽ ലോസ് കണ്ടുപിടിക്കുക, പിന്നെ പെർസെൻറ്റേജ് ലോസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം ഫിഗർ വരയ്ക്കുക, അതിനകത്തുള്ള ഡയമെൻഷൻസ് ഒക്കെ മാർക്ക് ചെയ്യുക, എസെൻട്രിസിറ്റി മാർക്ക് ചെയ്യുക, ഓരോ ടേംസ് ഇൻഡിവിജ്വലായിട്ട് ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. 14 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് ഏപ്രിൽ 2018. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് മൊഡ്യൂൾ 5 നമ്മൾ സ്കിപ്പ് ചെയ്താൽ പോലും 40 പാർട്ട് സിയിലെ ഫുൾ മാർക്ക് നമുക്ക് മൊഡ്യൂൾ 6 വെച്ചിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തത് മെയ് 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. മെയ് 2019 അതിലെ പാർട്ട് സി ആണ് ഞാനിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് വീണ്ടും ആദ്യം ചോദിച്ചേക്കുന്നത് മൊഡ്യൂൾ 5 എന്നുള്ള ക്വസ്റ്റ്യനാണ്. 20 മാർക്കിൻ്റെ ഒരു ഡിസൈനാണ്. ഇപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രത്യേകതയും നിങ്ങൾ നോക്കിക്കേ. ഇതാ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അടുത്തൊരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അങ്ങനെ ടോട്ടൽ വീണ്ടും 40 മാർക്ക്. പാർട്ട് സിയിൽ നമ്മൾക്ക് സ്കോർ ചെയ്യേണ്ട 40 മാർക്കും മൊഡ്യൂൾ 6 തന്നെയാണ് വീണ്ടും ചോദിച്ചേക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യം ചോദിച്ചേക്കുന്നത് എ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ ലോസസ് ഇൻവോൾവ് ഇൻ പ്രീ സ്ട്രെസ്സിങ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായ അതേ ക്വസ്റ്റ്യനാണ്, 5 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ബി ഒരു പ്രോബ്ലമാണ് ചോദിച്ചേക്കുന്നത്. എ പോസ്റ്റ് ടെൻഷൻ കേബിൾ ഓഫ് എ ബീം 9 meter long, initially tension to a stress of 1000 Newton per mm square at one end. If the tendons are curved so that the slope is 1 in 24 at each end with an area 600 mm square, calculate the loss of pre-stress due to the following data. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ട് പോസ്റ്റ് ടെൻഷൻ്റെ ബീമാണെന്ന്, അതിൻ്റെ ലെങ്ത് 9 meter തന്നിട്ടുണ്ട്. ഇനീഷ്യലി അപ്ലൈ ചെയ്തേക്കുന്ന സ്ട്രെസ് 100 Newton per mm square ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കണ്ടുപിടിക്കുക, ക്യാപിറ്റൽ പി. ഇനി അടുത്തത് കേർവ്ഡ് ടെൻഡനാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ സൈഡിലുള്ള സ്ലോപ്പ് തീറ്റ ഈസ് ഈക്വൽ ടു 1 in 24, അതായത് 1/24 ആണ്. ഇനി അടുത്തത് ടെൻഡൻസിൻ്റെ ഏരിയ സ്മോൾ എ 600 mm square തന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ μ 0.25 ആണ്. ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ഫോർ വേവ് എഫക്റ്റ് കെ ആണ്. നമ്മുടെ ഫ്രിക്ഷണൽ ഇക്വേഷൻ്റെ കെ ആണ് തന്നിരിക്കുന്നത് 0.0091 per meter. ഇനി അടുത്ത ഡ്യൂറിങ് ആങ്കറേജ്, ഇഫ് ദർ ഈസ് എ സ്ലിപ്പ് ഓഫ് 3 mm at the jacking end, calculate the final force in the cable and the percentage of loss due to friction and slip. അപ്പോൾ ആകപ്പാടെ പോസ്റ്റ് ടെൻഷനാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. പോസ്റ്റ് ടെൻഷനിങ് നമുക്ക് തന്നേക്കുന്ന ഡീറ്റെയിൽസ് ഫ്രിക്ഷണൽ ലോസിൻ്റെയും ആങ്കറേജ് ലോസിൻ്റെയും ഡീറ്റെയിൽസ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ലോസിൻ്റെ ടോട്ടൽ ലോസ് കണ്ടുപിടിക്കുക, ആങ്കറേജിൻ്റെ ടോട്ടൽ ലോസ് കണ്ടുപിടിക്കുക.
അതിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫൈനലി കാൽക്കുലേറ്റ് ദ ഫൈനൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. അപ്പോൾ ഇനീഷ്യൽ സ്ട്രെസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഇനീഷ്യൽ ഫോഴ്സ് കണ്ടുപിടിക്കുക, പി നോട്ട് കണ്ടുപിടിക്കുക. ഇനി ഈ ലോസൊക്കെ മൈനസ് ചെയ്തിട്ട് ഫൈനൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് പി ഡാഷ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനോടൊപ്പം പെർസെൻറ്റേജ് ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം 15 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആകെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫ്രിക്ഷണൽ ലോസും ആങ്കറേജിൻ്റെ ലോസുമാണ്. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത സെയിം ടൈപ്പ് പ്രോബ്ലമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ അതേ പാർട്ട്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രീ സ്ട്രെസ്സിങ്. പ്രീ സ്ട്രെസ്സിങ്ങിൻ്റെ പ്രിൻസിപ്പിളാണ് ചോദിച്ചേക്കുന്നത്, 4 മാർക്കിൻ്റെ തിയറി. അടുത്തത് എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ യൂസിങ് ഹൈ സ്ട്രെങ്ത് മെറ്റീരിയൽസ് ഇൻ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്, 6 മാർക്കിനാണ്. ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 2018 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായ അതേ ക്വസ്റ്റ്യനാണ്. വൈ വി ആർ യൂസിങ് ഹൈ ടെൻസൈൽ സ്റ്റീൽ ആൻഡ് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഇൻ പ്രീ സ്ട്രെസ്സിങ്. ഓക്കെ, അടുത്തത് ഒരു 10 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. റെക്ടാങ്കുലാർ കോൺക്രീറ്റ് ബീം 250 mm വൈഡ് 550 mm ഡീപ്പ് ഈസ് പ്രീ സ്ട്രെസ്ഡ് ബൈ 4 number of 12 mm diabar. It is located at 200 mm from the soffit of the beam. Okay, അപ്പോൾ soffit of the beam എന്ന് വെച്ചാൽ ബോട്ടം ഓഫ് ദ ബീമാണ്. ഇഫ് ദ എഫക്റ്റീവ് സ്ട്രെസ് ഇൻ ദ വയർ ഈസ് 700 Newton/mm², വാട്ട് ഈസ് ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് അറ്റ് ദ സോഫിറ്റ് ഓഫ് ദ ബീം. ഓക്കെ, അപ്പോൾ ഇത് അനാലിസിസ് ഓഫ് പ്രീ സ്ട്രെസ്സിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനീഷ്യൽ സ്ട്രെസ് തന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ക്യാപിറ്റൽ പി കണ്ടുപിടിക്കുക. ഇനി വാട്ട് ഈസ് ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് അറ്റ് ദ സോഫിറ്റ് ഓഫ് ദ ബീം. അപ്പോൾ റിസൾട്ടൻറ്റ് സ്ട്രെസ് കണ്ടുപിടിച്ചിട്ട് താഴെ എന്ത് ചെയ്യണം, സോഫിറ്റ് ഓഫ് ദ ബീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താഴെയുള്ള സ്ട്രെസ്സിനെ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഇക്വേഷനിൽ നിന്ന് ബെൻഡിങ് മൊമെൻറ്റ് എം കണ്ടുപിടിക്കുക. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത ടൈപ്പ് പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെയ് 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമുക്ക് പാർട്ട് സിയിൽ നിന്ന് മൊഡ്യൂൾ 6 മാത്രം പഠിച്ചാൽ തന്നെ ഫുൾ മാർക്സ് 40 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തത് ഡിസംബർ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. പാർട്ട് സി ആണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് വീണ്ടും ആദ്യം ചോദിച്ചേക്കുന്നത് മൊഡ്യൂൾ നമ്പർ 5 എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കിയാൽ വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാവും. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അടുത്ത 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അങ്ങനെ വീണ്ടും ടോട്ടൽ 40 മാർക്സ് മൊഡ്യൂൾ 6 തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രീ ടെൻഷനിങ് ആൻഡ് പോസ്റ്റ് ടെൻഷനിങ്. പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു പ്രോബ്ലം, ഡിറ്റർമൈൻ ദ എക്സ്ട്രീം ഫൈബർ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ മിഡ് സ്പാൻ സെക്ഷൻ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് ബീം ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ B250 D600 pre-stressed using high tensile steel of cross-sectional area 1000 mm², stressed to 1500 Newton/mm². The center of gravity of the steel is 150 mm above the soffit of the beam. The superimposed load is 16 kN/m. Span of the beam is 12 meter. Draw the stress distribution diagram at mid-span. 15 മാർക്കിൻ്റെ അനാലിസിസ് ഓഫ് പ്രീ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലമാണ്. ബി തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്, പിന്നെ അവിടെ ആക്ട് ചെയ്യുന്ന സ്റ്റീലിൻ്റെ ഏരിയ, ക്രോസ് സ്റ്റീലിൻ്റെ ഏരിയ 1000 ആണ്. ഇനീഷ്യൽ കൊടുത്തേക്കുന്ന സ്ട്രെസ് 1500 ആണ്. ഇനി എസെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ബോട്ടത്തിൽ നിന്ന് 150 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസെൻട്രിസിറ്റി കിട്ടും. സൂപ്പർ ഇമ്പോസ് ലോഡ് എന്ന് പറഞ്ഞാൽ ലൈവ് ലോഡാണ്. പിന്നെ ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കാനാണ്. അപ്പോൾ ഫിഗർ മാത്രം വരച്ചു വെക്കാനല്ല, ഫിഗറൊക്കെ വരച്ചിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റ് സ്ട്രെസ് ടോപ്പിലും ബോട്ടത്തിലും എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലെ എ പാർട്ട്, എക്സ്പ്ലെയിൻ ദ വേരിയസ് ലോസസ് ഓഫ് പ്രീ സ്ട്രെസ്, 5 മാർക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായ അതേ ക്വസ്റ്റ്യനാണ്. ലോസസിനെ പറ്റി എഴുതാൻ വേണ്ടി വീണ്ടും 3ാമത്തെ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയേക്കുക. അടുത്ത ബി പ്രോബ്ലം ആണ്. എ pre-stressed concrete beam 250 mm wide and 350 mm deep is pre-stressed with 12 wires of 6 mm diameter located at an eccentricity of 40 mm, carries an initial stress of 1500 Newton/mm². The span of the beam is 8 meter. Calculate the percentage loss in the wire if the pre-tensioned എന്ന് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ടെൻഷനിങ് ഉണ്ട്, പ്രീ ടെൻഷനിങ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പ്രീ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബീമിൻ്റെ ബ്രെഡ്ത്ത്, ഡെപ്ത്ത്, എസെൻട്രിസിറ്റി, ലെങ്ത്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 6 mm ഡയാ വയറാണെന്നും 12 എണ്ണം ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇനീഷ്യൽ സ്ട്രെസ് 1500 Newton/mm² ആണ്. ഇനി തന്നേക്കുന്നത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ, യങ്സ് മോഡുലസ് ഓഫ്
കോൺക്രീറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കിലോ പാസ്കലിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കിലോ മാറ്റാൻ വേണ്ടി ഇൻറ്റു 10⁻³ ചെയ്യുക. പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. അടുത്തത് റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ 5% ഓഫ് ഇനീഷ്യൽ സ്ട്രെസ് ആണ്. ഷ്രിങ്കേജ് സ്ട്രെയിൻ 200 × 10⁻⁻6 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ടോട്ടലി കണ്ടുപിടിക്കേണ്ടത് പ്രീ ടെൻഷനിങ് എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ, റിലാക്സേഷൻ കണ്ടുപിടിക്കണം, ഷ്രിങ്കേജ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ക്രീപ്പിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ക്രീപ്പ് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ട. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. ഇനി വേണമെങ്കിൽ ക്രീപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് തന്നിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് പോസ്റ്റ് ടെൻഷനിങ്ങിലുള്ള ക്രീപ്പ് വാല്യൂ 1.5 ആണെന്നും പ്രീ ടെൻഷനിങ്ങിൽ 5 വാല്യൂ 1.5 ആണെങ്കിലും പോസ്റ്റ് ടെൻഷനിങ്ങിൽ ക്രീപ്പ് വാല്യൂ 2 ആണെന്നും നമ്മുടെ കോഡ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. നമ്മളത് ഓൾറെഡി തിയറി പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്രീപ്പും കൂടി കണ്ടുപിടിച്ചേക്കുക. 4 ലോസും കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ പെർസെൻറ്റേജ് ലോസ് എത്രയാണെന്ന് ഫൈനൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സെപ്റ്റംബർ 2020 പാർട്ട് സി ആണ്. അതിനകത്ത് ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് വീണ്ടും മൊഡ്യൂൾ നമ്പർ 5 ആണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നോക്കിക്കഴിഞ്ഞാൽ 2 ഫുൾ ക്വസ്റ്റ്യൻ, ഇത് രണ്ടും 20 മാർക്സിൻ്റെ പ്രോബ്ലമാണ് മൊഡ്യൂൾ 6 നിന്ന് തന്നെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ടോട്ടൽ പാർട്ട് സിയിലെ ഫുൾ മാർക്ക് 40 മാർക്ക് നമുക്ക് മൊഡ്യൂൾ 6 നിന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആൻ അൺസിമെട്രിക്കൽ ഐ സെക്ഷൻ ഈസ് യൂസ് ടു സപ്പോർട്ട് ആൻ ഇമ്പോസ് ലോഡ് ഓഫ് 10 kN/m ഓവർ എ സ്പാൻ ഓഫ് 8 meter. ദ സെക്ഷൻ ഡീറ്റെയിൽസ് ആർ ടോപ്പ് ഫ്ലാഞ്ച് 300/600, ബോട്ടം ഫ്ലാഞ്ച് 100/60, ഓവറോൾ ഡെപ്ത് ഓഫ് ദ ബീം 400 mm, തിക്നെസ് ഓഫ് വെബ് 80 mm. ഓക്കെ, അപ്പോൾ ഐ സെക്ഷൻ ആണ്. അതിനകത്ത് ആക്ട് ചെയ്യുന്ന ലൈവ് ലോഡ് തന്നിട്ടുണ്ട്. ഇനി ഐ സെക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ ഡീറ്റെയിൽ, ബോട്ടം ഫ്ലാഞ്ചിൻ്റെ ഡീറ്റെയിൽ, ഓവറോൾ തിക്നെസ്, വെബിൻ്റെ തിക്നെസ്, ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് പി എന്ന് പറഞ്ഞാൽ 300 kN ആണ്. അപ്ലൈഡ് അറ്റ് 100 mm എബോവ് ദ സോഫിറ്റ് ഓഫ് ദ ബീം. അപ്പോൾ താഴെ നിന്ന് 100 mm എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എസെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. ഇനി എസ്റ്റിമേറ്റ് ദ സ്ട്രെസ് അറ്റ് ദ സെൻറ്റർ ഓഫ് സ്പാൻ സെക്ഷൻ ഓഫ് ദ ബീം ഫോർ ദ ഫോളോയിങ് കണ്ടീഷൻ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് പ്രീ സ്ട്രെസ് പ്ലസ് സെൽഫ് വെയിറ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ സ്റ്റേജ് ആണ്. പ്രീ സ്ട്രെസ് പ്ലസ് സെൽഫ് വെയിറ്റ് എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ സ്റ്റേജ് ആണ്. നമ്പർ 2 പ്രീ സ്ട്രെസ് പ്ലസ് സെൽഫ് വെയിറ്റ് പ്ലസ് ലൈവ് ലോഡ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ സർവീസ് സ്റ്റേജ്. ഇനി ഇതിൻ്റെ അകത്ത് അസ്യൂം 20% ലോസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഷോ ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ കേസ് നമ്പർ 1 ട്രാൻസ്ഫർ സ്റ്റേജ്, അതിൻ്റെ ഫിഗർ വരയ്ക്കുക, റിസൾട്ടൻറ്റ് സ്ട്രെസ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഫിഗറും വരയ്ക്കുക. കേസ് 2 എടുക്കുമ്പോൾ ഈ ലോസും കൂടി കൺസിഡർ ചെയ്യണം. വർക്കിംഗ് സ്റ്റേജിലാണ് ലോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ലോസ് കൺസിഡർ ചെയ്തിട്ട് വേണം വർക്കിംഗ് സ്റ്റേജിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. അതിൻ്റെ അകത്തും സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം എല്ലാം വരയ്ക്കുക. 20 മാർക്കിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് പൈൽ, സ്ക്വയർ പൈലാണ് 300 mm/300 mm, is provided with 40 wires of 3 mm diabar distributed over the section. Initially, the wires are tensioned in the bed with a pull of 200 kN. Determine the final stress in the section and the percentage loss of stress in wire. The relaxation loss of steel is 4.5% of initial stress. Young's modulus of concrete, Young's modulus of steel, രണ്ടും തന്നിട്ടുണ്ട്. Creep coefficient 1.6, shrinkage strength 3 × 10⁻⁻4. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കോൺക്രീറ്റ് പൈലിൻ്റെ സൈസ് ബിയും ഡിയും 300 ആണ്. ഏരിയ ഓഫ് സ്റ്റീൽ പിടിക്കാൻ വേണ്ടി 3 mm എന്നും പറഞ്ഞിട്ടുണ്ട്, 40 നമ്പർ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ പി ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് 200 kN ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈനൽ സ്ട്രെസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഫൈനൽ സ്ട്രെസ്, അപ്പോൾ ഇനീഷ്യൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. ഇനി എല്ലാ ലോസും കണ്ടുപിടിച്ചിട്ട് അത് മൈനസ് ചെയ്തിട്ട് ഇനീഷ്യൽ സ്ട്രെസ്സിൽ നിന്ന് ടോട്ടൽ ലോസ് മൈനസ് ചെയ്താൽ ഫൈനൽ സ്ട്രെസ് കിട്ടും. അപ്പോൾ ഫൈനൽ സ്ട്രെസ് കണ്ടുപിടിക്കണം, അതിനോടൊപ്പം പെർസെൻറ്റേജ് ലോസ് കണ്ടുപിടിക്കണം. ഈ രണ്ട് ആണ് നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ പ്രീ ടെൻഷനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നേക്കുന്നത്. ആങ്കറേജും ഫ്രിക്ഷനും ഒഴിച്ച് ബാക്കിയെല്ലാം കണ്ടുപിടിക്കുക. ഇലാസ്റ്റിക് ഡീഫോർമേഷൻ കണ്ടുപിടിക്കണം, റിലാക്സേഷൻ കണ്ടുപിടിക്കണം, ക്രീപ്പ് കണ്ടുപിടിക്കണം, ഷ്രിങ്കേജ്, ഈ 4 ലോസ് കണ്ടുപിടിക്കുക, ആൻസർ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതും 20 മാർക്സിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓവറോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ 4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഇതെല്ലാം തന്നെ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാത്തിൻ്റെയും വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ചോദിച്ചേക്കുന്ന തിയറി ബ്രീഫായിട്ടും ഇലാബറേറ്റ് ചെയ്തും ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന ലെക്ചേഴ്സ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ മൊഡ്യൂൾ 6 നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അതിനകത്തു നിന്നൊന്നും സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും കംപ്ലീറ്റ് പാർട്ട് സിയിലെ 40 മാർക്ക് നമുക്ക് പ്രീ സ്ട്രെസ് പഠിച്ചാൽ കിട്ടും. അപ്പോൾ ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനെ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും ആ ഒരു പാറ്റേൺ അനുസരിച്ച് മിനിമം 30-35 മാർക്കെങ്കിലും നമുക്ക് ഈ ഒരു പാർട്ട് സിയിൽ നിന്ന് മൊഡ്യൂൾ 6 മാത്രം പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്യൂറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ബാക്കി പോർഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അവസാനം സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.